ഹലോ, അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ലക്ഷദ്വീപുകാർ അവരുടെ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. ബട്ടയിളപ്പം, ബട്ടളപ്പം എന്നൊക്കെ പറയാറുണ്ട്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 6 മുട്ടയ്ക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കൈകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബീറ്റർ കൊണ്ട് വളരെ സ്ലോലി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പഞ്ചസാര മെൽറ്റ് ആയാൽ മാത്രം മതി. മുട്ട ഒട്ടും തന്നെ പതയാൻ പാടില്ല. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലും അടിച്ച് പതപ്പിക്കരുത്. നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. പത ഒട്ടും പാടില്ല. ഇത് ആവി കയറ്റിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിലാണ് നമുക്കിത് ആവി കയറ്റേണ്ടത്. ഇഡ്ഡലി തട്ടിൽ നമുക്ക് നെയ്യ് തടവിയതിന് ശേഷം അതിലേക്ക് ഓരോ ചെറിയ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് ഫുള്ളായിട്ട് അടയ്ക്കാതെ, ഫുള്ളായിട്ട് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഇറങ്ങും. മാത്രമല്ല മുട്ട വലുതായിട്ട് പിന്നീട് അത് ചുരുങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് അടയ്ക്കരുതെന്ന് പറയുന്നത് കേട്ടോ. ഒരു 1/4 വേവാകുമ്പോൾ ഓരോന്നിൻ്റെ പുറത്ത് ഒരു കിസ്മിസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നീട് പഴയതുപോലെ അടച്ചു വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് തുറന്ന് വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഇളക്കിയെടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കിണ്ണത്തപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെയാണ് വരുന്നത്. എന്നാലും അടിപൊളിയാണ്. കാണാനും ഭയങ്കര ഭംഗിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണേ.